യേശുവോടു ചേർന്നിരിപ്പതത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതത്ര ഭാഗ്യമേ. പ്രാർത്ഥന ഒരു ഭാഗ്യമായി ഈ പ്രഭാതത്തിൽ, ഈ ദിവസത്തിൽ നമുക്ക് കണ്ടെത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് കൃപകൾ പ്രാപിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. കർത്താവിൽ പ്രിയരെ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കുള്ള യാത്രയാണ് പ്രാർത്ഥന. പ്രാർത്ഥനയിലേക്ക്, ദൈവത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അസത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് സത്യമാർഗത്തിൽ എത്തിച്ചേരുന്ന അത്രയും ദൂരമുണ്ട്. അപ്പോൾ വിശുദ്ധ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ഒരു യാത്രയിലാണ്. വഴി അന്വേഷിച്ചുള്ള യാത്ര. അസത്യത്തിൽ നിന്ന് മാറി സത്യത്തിലേക്ക് യാത്ര ചെയ്യുക. ഇന്നെവിടെ നോക്കിയാലും അസത്യം കൊടികുത്തി വാഴുകയാണ്. സമസ്ത മേഖലകളെയും അനീതിയും അസത്യവും ബാധിച്ചിരിക്കുകയാണ്. നിമിഷത്തിന് നിമിഷം കാര്യങ്ങൾ, ആശയങ്ങൾ മാറ്റിപ്പറയുന്ന മനുഷ്യര്, എല്ലാം വലിയവരാണെന്ന് ധരിക്കുന്നവർ, വാക്കുകളിൽ സത്യസന്ധതയില്ലാത്തതായി മാറുന്നവർ, വളരെ അത്ഭുതം തോന്നും ഇന്നത്തെ ലോകത്തെ പറ്റി കണ്ടാൽ. കാപ്പട്ടതയുടെയും കാപ്പട്ടത്തിൻ്റെതുമായ ഒത്തിരി കാര്യങ്ങൾ. സത്യമില്ലായ്മയാണ് നമ്മുടെ നാടിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതയ്ക്ക് കാരണം. സത്യം കൂടാതെ, സത്യം ഏറ്റെടുക്കാതെ നമുക്ക് ദൈവത്തെ ഉൾക്കൊള്ളുവാൻ സാധിക്കില്ല. അപ്പോൾ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കുള്ള യാത്രയാണ് പ്രാർത്ഥന. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള ദൂരമാണ് പ്രാർത്ഥന. പ്രകാശമാരാണ്? ദൈവം. യേശു പറയും, ഞാൻ പ്രകാശമാണ്. അതുപോലെ മരണ സംസ്കാരത്തിൽ നിന്ന് ജീവന്റെ സംസ്കാരത്തിലേക്കുള്ള യാത്രയാണ് പ്രാർത്ഥന. ഏതാണ്ട് മൃതമായ മനുഷ്യൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവൻ ഉയർപ്പിക്കപ്പെടുകയാണ്. പ്രാർത്ഥനയുടെ ശക്തി യേശു തമ്പുരാൻ കാണിച്ചു തരുന്നു. മരിച്ചു കല്ലറയിൽ അടക്കപ്പെട്ടിരുന്ന ലാസറിന്റെ കല്ലറയിൽ കുഴിമാടത്തിങ്കിൽ ചെന്ന് യേശു പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ ലാസർ പുറത്തു വന്നു. ഉയർപ്പ്. യേശു ഉയർപ്പ് നൽകുകയാണ്. പ്രാർത്ഥന ഉയർപ്പാണ്. പ്രാർത്ഥന സത്യമാണ്. പ്രാർത്ഥന പ്രകാശമാണ്. ദൈവമക്കളെ, നാം സത്യം അന്വേഷിക്കണം. പ്രകാശത്തിന്റെ വഴിയെ നടക്കണം. ജീവനുള്ള സംസ്കാരം നമ്മൾ നേടിയെടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. തിന്മയെ ഉപേക്ഷിക്കുവാൻ ഈ പരിശുദ്ധ നോമ്പ് പ്രാർത്ഥനയിലൂടെ നമ്മെ ഉയർത്തുകയാണ്. നന്മയുടെ സംസ്കാരത്തിലേക്ക്, വിശുദ്ധിയുടെ സംസ്കാരത്തിലേക്ക്. നിങ്ങൾ എന്നെ അനുഗമിച്ചാൽ, അതാ പറഞ്ഞത്, എന്നിൽ യാത്ര ചെയ്യുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല. കർത്താവിൽ യാത്ര ചെയ്യുവാൻ നമ്മെ അവിടുന്ന് വിളിക്കുകയാണ്. വിളിക്കപ്പെട്ട വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രാർത്ഥന ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. സത്യാന്വേഷണമാണ്, പ്രകാശം വെളിച്ചാന്വേഷണമാണ്, അതുപോലെ ജീവന്റെ സംസ്കാര അന്വേഷണമാണ്. അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് നാം കടന്നു വന്ന് അത് പൂർത്തിയാക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത സമാധാനവും സന്തോഷവും. കാര്യം നാം ലക്ഷ്യം നേടുകയാണ്, ലക്ഷ്യത്തോട് അടുക്കാറായി. ഇതാണ് പ്രാർത്ഥന. ദൈവത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതാണ് പ്രാർത്ഥന. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.